നമസ്കാരം. എന്നെ തല്ലണ്ട അമ്മാവ ഞാൻ നന്നാവില്ല എന്ന ഒരു പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ട്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള UDF നേതാക്കന്മാർ നിരന്തരമായി കള്ളം പറയുകയും ആ കള്ളത്തിന് കൃത്യമായ മറുപടി ഇടതുപക്ഷ നേതാക്കന്മാർ പറയുകയും ചെയ്യുമ്പോഴും നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ നന്നാവില്ല, ഞങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും വി.ഡി. സതീശനൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഡീൽ എന്ന, അതായത് CPM-ഉം BJP-യും അല്ലെങ്കിൽ LDF-ഉം NDA-യും തമ്മിൽ ചിലയിടങ്ങളിൽ ഡീലുണ്ട് എന്ന രീതിയിൽ നട്ടാൽ കുരുക്കാത്ത നുണ ആവർത്തിക്കുന്ന UDF നേതാക്കന്മാരെ കുറിച്ചാണ്. സാജ, ഇത് ഇന്നലെ സ്വരാജ് സഖാവ് അടക്കം കഴിഞ്ഞ ദിവസം ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇന്നലെ എറണാകുളത്ത് കൃത്യമായ അതിൻ്റെ തെളിവുകൾ സഹിതം അതിൻ്റെ കാലഗണന അനുസരിച്ച് കൃത്യമായി ആരാണ് യഥാർത്ഥത്തിൽ BJP-യും സംഘപരിവാറും RSS-ഉമായി കഴിഞ്ഞ കാലങ്ങളിൽ ഡീലുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, അതായത് പട്ടാമ്പിയിൽ EMS-നെ തോൽപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ കൂട്ട് രാഷ്ട്രീയം, അതുപോലെ തന്നെ കോലീബി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടും ഇപ്പോഴും പറഞ്ഞ നുണയിൽ തന്നെ ആ നുണ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ. എന്താണ് യഥാർത്ഥത്തിൽ ഇതെന്താണ്? അല്ല, ഇത് യഥാർത്ഥത്തിൽ ഇവർ ഈ കേരളത്തിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണെന്ന് എല്ലാവർക്കും ഇപ്പം ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ദേശീയ തലത്തിൽ ഈ കോൺഗ്രസിൻ്റെ ചരിത്രം ഇവരും മറച്ചു വയ്ക്കുന്നത് വളരെ വിചിത്രമാണ്. നമ്മൾ കൂടുതലൊന്നും പോകണ്ട. 1984 തൊട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തു നോക്കിയാൽ 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിച്ചത് മുഴുവൻ RSS കാഡർമാരായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ദിരാഗാന്ധി വധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടി, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടി. എന്നാൽ അതിനുശേഷം എന്താണ്? അതിനുശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി RSS-ൻ്റെ തലവനുമായിട്ട് നടത്തിയ ചർച്ചകളൊക്കെ ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒത്തീർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ RSS-ൻ്റെ ചില ഡിമാൻഡുകൾ അംഗീകരിച്ചു. അതിനെ തുടർന്നാണ് ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ശിലാന്യാസം നടത്താനും അതിൻ്റെ പൂജ നടത്താനും ഒക്കെ ഉള്ള അനുമതി നൽകുകയും ദൂരദർശനിൽ രാമായണം പരമ്പര ആരംഭിക്കാനുള്ള അനുമതിയും കൊടുത്തു. അത് ഈ രാമായണം പരമ്പരയിൽ അഭിനയിച്ച പ്രധാന നടീധരന്മാരെല്ലാം പിന്നീട് BJP-യുടെ MP-മാരായിട്ട് പാർലമെന്റിൽ വന്നു. ബാബരി മസ്ജിദ് തുറന്നു കൊടുത്തതിൻ്റെ ഫലമായിട്ട് 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വർദ്ധിത വീര്യം ലഭിക്കുകയും അവർ വലിയ കക്ഷിയായി മാറുകയും ചെയ്തു. പാർലമെന്റിൽ BJP ഒന്നാം കക്ഷിയായി മാറുകയും ചെയ്തു 91 തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും. അങ്ങനെ 92 ആയപ്പോഴത്തേക്കും കോൺഗ്രസിന് അധികാരം ഉണ്ടായിരുന്നെങ്കിലും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതാണ് BJP-യുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ അവരൊരു കുതിച്ചുകയറ്റത്തിന് വഴിയൊരുക്കി. കാര്യം ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു യോഗം അതിൻ്റെ കുതിപ്പ് തന്നെ ഉണ്ടായി. അത് അന്ന് നമ്മുടെ കുൽദീപ് നായരുടെ പുസ്തകത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു പൂജയിലായിരുന്നു. ബാബരി മസ്ജിദ് തകർന്നു വീണെന്ന അറിയിപ്പ് കിട്ടിയ ശേഷമാണ് അദ്ദേഹം പൂജ അവസാനിപ്പിച്ച് എഴുന്നേറ്റത്. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ചരിത്രം. ഇവരാണ് ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷവും BJP തമ്മിൽ ഡീലുണ്ടെന്ന്. മാത്രമല്ല, ഈ പ്രമുഖ അഭിഭാഷകൻ വേണുഗോപാൽ അടുത്ത കാലത്ത് എഴുതിയ പുസ്തകത്തിൽ തന്നെ പറയുന്ന അന്ന് ഈ ബാബരി മസ്ജിദ് കർഷകർ തകർക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല, അന്നത്തെ പ്രതിപക്ഷം, അതായത് VP സിംഗിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുന്നണികൾ CPM ഉൾപ്പെടെ എല്ലാ ഗ്യാരണ്ടിയും, അതായത് എല്ലാ വിധത്തിൽ ഏത് നടപടി എടുക്കുന്നതിന് വേണ്ടി നരസിംഹറാവുവിന് ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്നത് പോലെ കൃത്യമായി ഏത് നടപടിക്കും അംഗീകാരം അന്നത്തെ പ്രതിപക്ഷം സർവകക്ഷികൾ നൽകിയതാണ്. എന്നിട്ടാണ് നിങ്ങൾ പറഞ്ഞതുപോലെ പൂജയിലിരിക്കുകയും താഴികക്കുടം 3 താഴികക്കുടവും തകർന്നു വീഴുന്നതിന് ശേഷം പൂജ അവസാനിക്കും. മാത്രമല്ല, ജവഹർലാൽ നെഹ്റു ഈ പറയുന്ന വിഗ്രഹം എടുത്ത് സരയൂ നദിയിൽ ഒഴുക്കാൻ വേണ്ടി പറഞ്ഞതാണ് ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് ഈ പരിപാടികൾ ഒപ്പിച്ചത്. അല്ല, ജവഹർലാൽ നെഹ്റു അത് പറഞ്ഞപ്പോൾ തന്നെ 1949 ബാബരി മസ്ജിദിന്റെ അകത്തുകൊണ്ട് രാംലീല വെച്ചത്. പക്ഷെ അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന GB പാന്താണ്. അത് അനുസരിച്ചില്ല. അത് അവിടെ ഇരുന്നതാണ് ഇതിനെല്ലാം കാര്യം. 49 അത് ദുരൂഹമായ ഒരു സാഹചര്യമായിരുന്നു. നെഹ്റു അത് പറഞ്ഞിട്ട് പോലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി അതെടുത്ത് കളയാൻ നിർദ്ദേശം നൽകിയില്ല. അപ്പൊ അതൊക്കെ തന്നെ വളരെ സംശയകരമായ സംഗതികളാണ്. ഇത് കഴിഞ്ഞിട്ട് ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ ഈ BJP സർക്കാർ അത് പണിതല്ലോ. അപ്പോഴത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ക്ഷണിച്ചില്ലെന്ന് പറഞ്ഞ് ബലം ഉണ്ടാക്കി കോൺഗ്രസ്സുകാരാണ്. അപ്പൊ അതിന്റെ ചടങ്ങിലേക്ക് കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പല സംസ്ഥാനങ്ങളിലെയും ഇതായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അയോധ്യയിലേക്ക് ഉല്ലാസയാത്രകളെ, വിനോദയാത്രകളായിരുന്നു ഇവരുടെ പല
സംസ്ഥാനത്തും ഇവരുടെ വാഗ്ദാനം. ഇത് എന്ന് മാത്രമല്ല, ഈ ദിഗ്വിജയ് സിംഗും നമ്മുടെ കമൽനാഥും പോലുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ സംഭാവന നൽകി. പിന്നെ പ്രിയങ്ക ഗാന്ധി പോലും പരസ്യമായിട്ട് ഇതിൻ്റെ അകത്ത് വലിയ താല്പര്യം പഠിപ്പിക്കുകയും ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല രാഹുൽ ഗാന്ധി തന്നെ ഉത്തരേന്ത്യയിലെ ജാഥ തുടങ്ങുന്ന ക്ഷേത്രത്തിൽ പൂജ നടത്തിയിട്ടാണ്. മാത്രമല്ല നമ്മൾ മുൻകാലങ്ങളിൽ പറയാറ് മൃദു ഹിന്ദുത്വം, കോൺഗ്രസിന് മൃദു ഹിന്ദുത്വം ഉണ്ടെന്നാ. യഥാർത്ഥത്തിൽ മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്നത്. അവസാനം ഈ ഞങ്ങൾ മൃദു ഹിന്ദുത്വത്തിന്റെ ആളുകളല്ല, തീവ്ര ഹിന്ദുത്വമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് ഈ ബാബരി മസ്ജിദ്, പ്രത്യേകിച്ചും ഷാജൻ പറഞ്ഞ 2004 ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന സമയത്ത് പിന്നെ പൂർണ്ണമായി ക്ഷേത്രത്തിന്റെ പൂജ ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വം നടക്കുന്ന സമയത്ത് തങ്ങളെ ക്ഷണിക്കാത്തതിലാണ് സങ്കടം അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു അനുരണം തന്നെയല്ലേ കേരളത്തിലും ഈ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പോകുന്നത് BJP-യിലേക്കാണ്. പഴയ കാലത്തും കോൺഗ്രസ് നാളുകൾ പോയിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് നാളുകൾ പോകുമ്പോൾ അധികം ജനതാദളിലേക്കോ ഇടതുപക്ഷ പാർട്ടികളിലേക്കൊക്കെയാണ് പോയിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവർ അടപടലം പോകുന്നത് BJP-യിലേക്കാണ്. അത് കേരളത്തിൽ വരുന്നതിന് മുമ്പ് അസമിലെ കാര്യം. ഇപ്പം കേരളത്തോടൊപ്പം അസമിലും തിരഞ്ഞെടുപ്പ് കിടക്കുകയാണ്. അസമിൽ ഇപ്പം BJP-യുടെ സ്ഥാനാർത്ഥികളിൽ 3-1 BJP സ്ഥാനാർത്ഥികളിൽ 3-1 മുമ്പ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചവരാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പോയ ആളുണ്ട്, അവിടുത്തെ കോൺഗ്രസിന്റെ MP ആയിരുന്ന പ്രദീപ് ബോർദോലോയ്. അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാനും 2-3 മാസം മുമ്പ് അവിടുത്തെ അവിടുത്തെ അസമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ഈ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ശർമ്മ ഒരു മുസ്ലിം വേഷധാരിയെ വെടിവെക്കുന്നതിന്റെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ. അപ്പൊ അതിനെ കടുത്ത രീതിയിൽ വിമർശിച്ചിട്ട് അസമിന്റെ സാമൂഹിക ഘടനയെ തകർക്കുന്ന വർഗീയവാദിയാണ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് ഒരു ലജ്ജയില്ലാതെ അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തൊപ്പിയൊക്കെ വെച്ച് BJP-യുടെ തൊപ്പിയൊക്കെ വെച്ച് വന്ന് ഇരിക്കുന്നുണ്ട്. മാത്രം അദ്ദേഹത്തിന്റെ മകനെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ട് BJP സ്ഥാനാർത്ഥിയായി. അങ്ങനെ അതുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഈ ഹിമാന്ത ബിശ്വ ശർമ്മ തിരിച്ച് ബോർദോലോയി ഭയങ്കര അഴിമതിക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവർ രണ്ടുപേരും കൊണ്ട് ഇപ്പോൾ ഒന്നിച്ചാണ് BJP-യുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഇതേപോലെ ഈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ 10 മുഖ്യമന്ത്രിമാരെങ്കിലും BJP പോയിട്ടുണ്ട്. 10 മുഖ്യമന്ത്രിമാര് മറ്റു പാർട്ടികളിൽ പോയി. അതിൽ 9 പേരും BJP-ക്കാരാണ് പോയത്. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ വേറൊരു പാർട്ടിയിൽ പോയത്. 3 പേര് നിലവിൽ BJP-യുടെ 3 മുഖ്യമന്ത്രിമാർ നിലവിൽ കോൺഗ്രസ്സുകാരാണ്. അല്ല 3 അല്ല, ഇതവിടെ 4 കാര്യം. അസം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, ത്രിപുര ഈ 4 ഉണ്ട്. നമ്മൾ ഈ നാഗാലാൻഡിലും ഇത് പലപ്പോഴും ചർച്ചകളിൽ വരാതെയാണ്. ഈ 4 BJP മുഖ്യമന്ത്രിമാർ പഴയ കോൺഗ്രസ്സുകാരാണ്. അതൊക്കെ കോൺഗ്രസ്സുകാരാണ്. അതേപോലെ മഹാരാഷ്ട്ര, ഗോവ, പഞ്ചാബിൽ അമരീന്ദർ സിംഗ്. ഒരു കാലത്ത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കേരളത്തിലെ മുഖ്യമന്ത്രി വല്ല ഹരമായിരുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അതേ ഇപ്പം BJP-യിലാണ്. ഇങ്ങനെ ഇതൊക്കെ വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ തന്നെ നോക്കുക. ഇവിടെ തന്നെ മുൻ മുഖ്യമന്ത്രിമാരുടെ, ഇപ്പം കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെയും വേക്കിയാന്റെയും മാത്രമല്ല R ശങ്കറിന്റെ മകനും പോയി BJP-യിലാണ് പോയത്. മുൻ കേന്ദ്രമന്ത്രി S കൃഷ്ണകുമാർ അദ്ദേഹം BJP-കാരനായിട്ടാണ് അദ്ദേഹം മരി. ഇതിൻ്റെ അകത്ത് വേറൊരു വളരെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടാണ്. കാരണം ഈ പണ്ട് CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗ് ഇന്നും വൈകാരികമായി കാണുന്ന നേതാവാണ്. കേരളത്തിൽ വളരെ കുറഞ്ഞ ദിവസമാണെങ്കിൽ പോലും മുസ്ലിം ലീഗിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. CH ഇടക്കാലത്ത് 54 ദിവസം മുഖ്യമന്ത്രിയായിരുന്നു. CH-ന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. അതായത് കടലിൽ മുസല്ലയിട്ട് പിന്നെ വന്നാലും, അതായത് മുസല്ല എന്ന് പറയുന്നത് നമസ്കരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിരിപ്പ് പോലത്തെ സാധനമാണ്. അതിട്ട് വന്നാലും RSS-നെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ CH-ന്റെ അനുയായികള് ഇപ്പം RSS ആയിട്ട് നല്ല ബന്ധത്തിലാണ്. ഈ കോലീബി സഖ്യം മാത്രമല്ല, കോലീബി സഖ്യത്തിൽ നമുക്കറിയാം ബേപ്പൂര് മുസ്ലിം ലീഗിന് കൊടുത്ത സീറ്റാണ്. 91 അന്ന് മുസ്ലിം ലീഗിന് കൊടുത്ത സീറ്റിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് പിന്നീട് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിരുന്ന ചന്ദ്രികയുടെ ചീഫ് സബ് എഡിറ്റർ ആയിരുന്ന ഉമ്മർ പാണ്ഡികശാലായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. പിൻവലിച്ചിട്ടാണ് മാധവൻകുട്ടിയെ മത്സരിക്കുന്നത്. RSS-കാരനായ മാധവൻകുട്ടി കോലീബി സഖ്യത്തിന്റെ ഭാഗമായിട്ട് ബാലഗോകുലത്തിന്റെ രക്ഷാധികാരിയായിരുന്നു മാധവൻകുട്ടി. അന്ന് മാധവൻകുട്ടിക്കെതിരെ എതിർപ്പ് വന്ന സമയത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അതേപ്പില്ല അദ്ദേഹം അന്ന് ബേപ്പൂര് വന്ന് പ്രസംഗിച്ചത് അത് എൻ്റെ കുട്ടിയാണെന്ന. മാധവൻകുട്ടി എന്ന് പറയുന്നത് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ്, വൈകാരികത ഉണർത്തിയിട്ടാണ്. എന്നിട്ട് പോലും അവിടെ ടി ക്യാംസ് ജയിക്കുകയാണ് ചെയ്തത്. പിന്നെ വടകരയിൽ രത്നസിംഗും കോൺഗ്രസ് അനുഭാവിയ രത്നസിംഗിന് BJP പിന്തുണർത്ത്. അത് KG മറാറിന്റെ പുസ്തകത്തിന്റെ അകത്ത് തന്നെ KG മറാറിന്റെ പാഴായ പരീക്ഷണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല മഞ്ചേശ്വരത്തും തിരുവനന്തപുരം ഉൾപ്പെടെ 20 ഇടങ്ങളിൽ ഈ സഖ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അവർ സഹായിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് ഈ ഡൽഹിയിൽ ഏറെക്കാലം ജോലി ചെയ്ത ആളാണ് സാജൻ. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു മത്സരിക്കുന്ന സമയത്ത് അന്ന് മുസ്ലിം ലീഗിന്റെ 2 MP
PK കുഞ്ഞാലിക്കുട്ടി, അതായത് ഫാസിസത്തിനെതിരെ പൊരുതാൻ വേണ്ടി വേങ്ങര മലപ്പുറത്ത് നിന്ന് മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയ PK കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ PV അബ്ദുൽ വഹാബും വോട്ട് ചെയ്യാനെത്തില്ല. അതിനവർ പറഞ്ഞത് വിമാനം വൈകിയെന്നാണ്. പക്ഷെ അവർ മറ്റ് എല്ലാ MP മാരും ഡൽഹിയിൽ താമസിക്കുകയായിരുന്നു രാജ്യസഭ കഴിഞ്ഞിട്ട് ഈ വോട്ടെടുപ്പിന് വേണ്ടി. അവരൊരു കല്യാണത്തിന് പങ്കായതുകൊണ്ടാണ് പലരും ട്രോൾ ചെയ്ത് ബിരിയാണി ചെമ്പ് പൊട്ടിക്കാൻ വേണ്ടി വന്നത് എന്നുള്ളത്. ഇത് മാത്രമല്ല, KM ഷാജി നരേന്ദ്രമോദിയെ ന്യായീകരിക്കുകയും വംശഹത്യയിൽ, ഗുജറാത്ത് വംശഹത്യയിൽ നരേന്ദ്രമോദിക്ക് പങ്കില്ലാന്ന് മുസ്ലിം ലീഗിന്റെ തീപ്പൊരി നേതാവ് എന്ന് പറയുന്നത് ഇപ്പൊ വേങ്ങരയിൽ മത്സരിക്കുന്ന KM ഷാജി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ PV അബ്ദുൽ വഹാബ്, സാജിനറിയല്ലോ, രാജ്യസഭക്കകത്ത് മുത്തലാഖ് വിഷയത്തിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും അമിത്ഷായോടും നരേന്ദ്രമോദിയോടും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും മികച്ച തീരുമാനമാണ്, മികച്ച നിയമമാണ് എന്ന് പറഞ്ഞത് PV അബ്ദുൽ വഹാബാണ്. അതുപോലെ തന്നെ KN ഖാദർ, ഇപ്പം ഗുരുവായൂരിലൊക്കെ ഇല്ലാത്ത ഡീലിന് ആരോപിക്കുന്ന KN ഖാദർ RSSന്റെ പരിപാടിയിൽ കോഴിക്കോട് പങ്കെടുക്കുക, അവസാനം ഗത്യന്തരമില്ലാതെ മുസ്ലിം ലീഗിന് അദ്ദേഹത്തെ ശാസിക്കേണ്ടി വന്നു. ഇങ്ങനെ ഈ CH അനുയായികൾ എന്ന് പറയുന്ന ലീഗ് മിക്ക സമയങ്ങളിലും ഈ UDF എന്ന ഡീലിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം സ്വന്തമായി ഇലക്ഷൻ ഡീൽ മാത്രമല്ല, നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ നിരന്തരമായി പ്രകീർത്തിക്കുന്ന ഒരു നിലപാടും കൂടെയല്ല സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സർവകക്ഷി യോഗം ചേർന്നു. സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം കേന്ദ്ര സർക്കാർ നിലപാടിനെ ശക്തമായി വിമർശിച്ചു. അപ്പോൾ പിന്തുണച്ച ഏക പ്രതിപക്ഷത്തു നിന്നുള്ള കേരളത്തിലെ UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ MP അബ്ദുൽ വഹാബാണ്. അദ്ദേഹം ഭയങ്കര പ്രശംസിച്ചു. ഞെട്ടിപ്പോയി. ഇപ്പം യഥാർത്ഥത്തിൽ ഇന്നലത്തെ ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയ ഇന്ത്യ എക്സ്പ്രസ് പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ BJP-കാർക്ക് എന്നെ ഭയങ്കര സന്തോഷമാണെന്നാണ് പറയുന്നത്. കാരണം അബ്ദുൽ വഹാബ് ഇതൊരു പ്രശ്നമൊന്നുമില്ല, കേന്ദ്ര സർക്കാർ നിലപാട് വളരെ ഗംഭീരമാണ്, നിങ്ങളിങ്ങനെ വേറെ പ്രശ്നം ആരും അങ്ങനെ പരിഭ്രാന്തി ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അബ്ദുൽ വഹാബ് ഭയങ്കരമായിട്ട് പുകഴ്ത്തിയെന്ന്. ഇത് ഈ മുസ്ലിം ലീഗിന്റെ ഈ നിലപാട് സത്യം പറഞ്ഞാൽ പാർലമെന്റിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന പല നിലപാടുകളെയും ദുർബലപ്പെടുത്തുന്നതാണ്. ഇത് കോൺഗ്രസ് എത്രത്തോളം ഗൗരവമായി എടുത്തതെന്ന് നമുക്കറിയാൻ വയ്യ. മുമ്പും പലതവണ മുസ്ലിം ലീഗ് നേരിട്ടും അല്ലാതെയും BJP-യുടെ പല നിലപാടല്ല പല നിർണായക വിഷയങ്ങളിലും BJP നിലപാടുകൾ ഇവർ പിന്തുണച്ചിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ കൊല്ലം RSP എന്ന് പറയുന്ന പ്രേമേന്ദ്രൻ. അപ്പൊ ഇവർക്ക് UDF-ന്റെ ഘടകകക്ഷികളാണ്. ഇവർ സ്വീകരിക്കുന്ന നിലപാടുകൾ BJP-ക്ക് സ്വീകാര്യത നേടിക്കൊടുക്കാൻ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വളരെ കാതലായ വിമർശനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് ഈ കോൺഗ്രസിന്റെ ഘടകകക്ഷികൾ സ്വീകരിച്ചു വരുന്നത്. കോൺഗ്രസിന്റെ MP-മാരുടെ കാര്യം തന്നെ നമുക്കറിയാം. പലപ്പോഴും ഇടതുപക്ഷ വിരോധം കൊണ്ട് BJP-യുടെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ കളിക്ക് പ്രോത്സാഹനം നൽകുന്ന നിലപാടുകളാണ്. ഒരു കോൺഗ്രസ് MP അവിടെ പോയി ആവശ്യപ്പെട്ടത് SFI നിരോധിക്കണമെന്നാണ്. ഇതേപോലുള്ള ബാലിഷ്യമായ ആരോപണം ഉന്നയിക്കുക. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് പറയുന്നത് K. സുധാകരൻ ഇപ്പോൾ നിലവിൽ MP ആണ്. അതെ, ആ MP അത് സുധാകരന്റെ നിലപാട്. ഇതേപോലെ ഒരു യുവ കോൺഗ്രസ് MP ആവശ്യപ്പെട്ടത് SFI നിരോധിക്കണമെന്നാണ്. ഇതേപോലെ അതുപോലെ സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന ക്രമസമാധാന വിഷയങ്ങൾ അവിടെ കൊണ്ടുപോയി ഉന്നയിച്ച് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നിലപാടും ഈ കോൺഗ്രസ്സുകാർ സ്വീകരിക്കാറുണ്ട്. അപ്പൊ ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ കേരളത്തിൽ RSP എല്ലാം സ്വീകരിച്ചു വരുന്നത് BJP ആയിട്ടുള്ള ഡീലിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളാണ് എന്ന് തന്നെയാണ് ജനം കരുതേണ്ടത്. ഇത് മാത്രമല്ല, നമ്മളെ ഈ RSSനെ അല്ലെങ്കിൽ BJP-യെ ശരിയാക്കി കളയാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് വോട്ട് വാങ്ങിപ്പോയ കുഞ്ഞാലിക്കുട്ടി 2021 തെരഞ്ഞെടുപ്പിൽ വേങ്ങര നിയോജകമണ്ഡലത്തിൽ അത് രാജിവെച്ചിട്ട് മത്സരിക്കുകയാണ്. കാരണം ഭരണം കിട്ടും, അതുകൊണ്ട് ഒരു ഉപമുഖ്യമന്ത്രിയെങ്കിലും ആവാമെന്നുള്ള ഒരു വല്ലാത്ത സ്വപ്നം കൊണ്ടായിരിക്കും അദ്ദേഹം വന്നിട്ടുള്ളത്. പക്ഷെ പിന്നീട് അവിടെ സമാധാനം ജയിച്ചു. അത് മുമ്പ് രാജ്യസഭയിലെ സീറ്റ് ഒഴിവാക്കി KC വേണുഗോപാൽ ജയിച്ചപ്പോൾ അത് BJP-ക്ക് കിട്ടിയല്ലോ. സാധാ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സാധാരണ തെരഞ്ഞെടുപ്പ് സെറ്റ് ചെയ്യാറ്, അതിൻ്റെ പ്രചരണം സെറ്റ് ചെയ്യാറ് രാഷ്ട്രീയം അതിലൊരു പ്രധാന ഘടകം തന്നെ, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ കേരളത്തിൽ ഭരണം നടത്തുന്ന സർക്കാരിൻ്റെ വികസനവും ക്ഷേമവും ചർച്ചയാവും. പ്രതിപക്ഷത്തിന് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നിശ്ചിതമായ വിമർശനം തെരഞ്ഞെടുപ്പ് ടൈമിൽ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടു. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട്, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ, 2016 തെരഞ്ഞെടുപ്പിൽ LDF ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളും ജീർണതകൾക്കെതിരെ പോരാടിയിട്ടാണ് പ്രചരണം നടത്തിയിട്ടാണ് 2016 LDF അധികാരത്തിൽ വരുന്നത്. 2021 എത്തിയപ്പോൾ ഇതുപോലെ സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് മാധ്യമങ്ങളുടെ സഹായത്തോടെ അത് 8 നിലയിൽ പൊട്ടി. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇവർക്ക് വിഷയമില്ലാത്തതുകൊണ്ടായിരിക്കില്ല നിരന്തരമായി ജനങ്ങളുടെ വൈകാരികത ഉണർത്തി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടെങ്കിലും കുറച്ച് ഇങ്ങോട്ട് പോന്നോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കില്ല ഈ ഡീൽ എന്ന കള്ളക്കഥ വീണ്ടും ഇവർ പ്രചരിപ്പിക്കുന്നത്. അല്ല, ഇത് ന്യൂനപക്ഷ വോട്ട് അവർക്ക് ഇതുകൊണ്ട് കിട്ടുമെന്ന് ആരും വിശ്വസിക്കൊന്നും വേണ്ട. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം. ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ബദൽ പരിപാടിയില്ല, ബദൽ നയങ്ങളില്ല,
വേറെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ മുഴുവൻ ജനക്ഷേമപരമാണ്. ഇതിനൊരു ബദൽ നയം വെക്കാൻ ഇവർക്ക് കൊണ്ട് കഴിയില്ല. കാര്യം ഇവരെ ഫണ്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട്. ഇവരെ ഫണ്ട് ചെയ്യുന്ന ഏജൻസികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത ജനവിരുദ്ധ നയങ്ങളുടെയും എല്ലാ മേഖലയിലും ഉദാരവൽക്കരണ നയങ്ങൾ, സ്വകാര്യവൽക്കരണ നയങ്ങൾ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ ഫണ്ട് ചെയ്യുന്ന ആളുകളെ പിണക്കിക്കൊണ്ട് ഇവർക്ക് ജനക്ഷേമ നയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. അതായത് മരുന്ന് കമ്പനികളൊക്കെ, മരുന്ന് കമ്പനി ഉൾപ്പെടെ എല്ലാ മേഖലയിലും, ഗതാഗത മേഖലയായാലും ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും മറ്റ് എല്ലാ മേഖലയിലും, മറ്റേ അടിസ്ഥാന സൗകര്യ വികസന മേഖലയായാലും എല്ലാ മേഖലയിലും ഇവരെ ഫണ്ട് ചെയ്യുന്ന ആളുകളെന്ന് വെച്ചാൽ സ്വകാര്യവൽക്കരണത്തിന്റെ ഉദാരവൽക്കരണത്തിന്റെ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ബദൽ നയങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് മേടിക്കാൻ മാത്രമേ ഇവരുടെ മുമ്പിൽ വഴിയുള്ളൂ. ഇത് ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്.